സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പുന്നപ്പാല യൂണിറ്റ് സമ്മേളനം ജനതാ ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. സമ്മേളനം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് സി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അതിലേക്ക് വിടുമ്പോൾ ഒരു തുണ്ട് കടലാസ് എഴുതി പിന്നെ അവിടെയുള്ള ഓവർസിയർക്ക് കൊടുക്കണം. എന്ത് എനിക്ക് ശേഷം എൻ്റെ മകനെ ഈ പണി കിട്ടണം എന്നുള്ള രൂപത്തിൽ അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോൾ മകൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയല്ല ഉള്ളത്. സമൂഹത്തിൽ അങ്ങനെ ഒരു വിഭാഗം തന്നെ ഉണ്ടായിക്കൂടാ എന്ന് ചുടലമുത്തു ആഗ്രഹിക്കുകയാണ്. ചുടലമുത്തു അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ചുടലമുത്തു വള്ളിയെ കല്യാണം കഴിക്കുന്നത് പ്രേമിച്ചു കല്യാണം കഴിക്കുന്ന ഒരവസ്ഥ. ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. വള്ളിക്കും ചുടലമുത്തുവിനും ഉണ്ടാകുന്ന മകൻ മോഹനൻ അതിനേക്കാൾ ഉയർന്ന ഒരു ചിന്താഗതിയുമായിട്ട് പോകുന്ന അവസ്ഥ. ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് പോവുകയല്ല. അപ്പം 30-40കളിൽ കേരള സംസ്ഥാനത്ത് മലയാളത്തിൽ കേരളം ഉണ്ടായിട്ടില്ല. ആ മലയാളക്കരയിൽ ഉണ്ടായിരുന്ന ഏറ്റവും ദുർഘടകരമായിട്ടുള്ള അവസ്ഥയെ കൃത്യമായി തകഴി സൂചിപ്പിക്കുകയാണ്. തകഴിയുടെ പല പുസ്തകങ്ങളും ആ രൂപത്തിൽ കാണാം. ഞാൻ പുസ്തകത്തെ ആസ്പദമാക്കി അങ്ങനെ പറയല്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നത് 1956 ഒരു കേരളം എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നതോടു കൂടിയിട്ടാണ്. ആ ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപീകരിച്ചതോടുകൂടി 4-5-6 മാസം പിന്നിട്ട് ഒരു ഏപ്രിൽ മാസം 5-ാം തീയതിയോടുകൂടി കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിനകത്ത് ഒരു ഗവൺമെൻറ് വരുന്നു. ഒരു പുരോഗമന കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ഗവൺമെൻറ് വരിക. ആ ഗവൺമെൻറ്റാണ് ഈ നാടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിക്കുന്നത്. 2 പ്രധാനപ്പെട്ട ബില്ലുകൾ. ഒന്ന്, ഞാനും നിങ്ങളും ചവിട്ടി നിൽക്കുന്ന ഭൂമിയുടെ അവകാശികൾ നമ്മളാവണം എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള കുടിയൊഴിപ്പിക്കൽ നിയമം. രണ്ടാമത്, ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും വിദ്യ അഭ്യസിക്കാൻ ഈ നാട്ടിലകത്ത് നട്ടല് നിവർത്തി നിന്ന് ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി കരുത്ത് പകരുന്ന രൂപത്തിലേക്ക് മനുഷ്യൻ മാറണം. അതിന് മനുഷ്യർ മുഴുവൻ വിദ്യ അഭ്യസിക്കണം എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു ചിന്താഗതി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വയോജന ക്ഷേമ വകുപ്പ് ഉടൻ പ്രവർത്തനക്ഷമമാക്കണമെന്നും നിർത്തിവെച്ച വയോജനങ്ങളുടെ റെയിൽവേ യാത്രാ ഇളവുകൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് കെ പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി കെ പി രവീന്ദ്രൻ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാരായി കെ അച്യുതൻ, എം ചന്ദ്രമതി, സെക്രട്ടറി ബി ബാലചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറിമാരായി ബേബി ദാസൻ, ടി ബാലചന്ദ്രൻ, ട്രഷററായി ടി വേലായുധൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ബി ബാലചന്ദ്രൻ, പി ഗോപി, ടി വേലായുധൻ, കെ പി മൂസ, കെ പി സത്യനാഥൻ, കെ പി ഭാസ്കരൻ, എം രാജഗോപാലൻ, കെ കുമാരൻ, പി ശശികുമാർ, എ കോമളവല്ലി, പി എസ് മുരളീധരൻ, സി കെ അബ്ദുൾ ബഷീർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവാലി. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം.